അതൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. എന്താണ് മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ പറയാൻ പറ്റില്ല. ആ പല്ല് പൊട്ടി പോയിട്ട് അത് കരിഞ്ഞ് ഉണങ്ങി വരികയാണ്. അപ്പോൾ അത് സമയമെടുക്കും, ഒരു മാസമെങ്കിലും മിനിമം എടുക്കും. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഹാർഡായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വാഴയും ചക്കയും അങ്ങനത്തെ സാധനങ്ങൾ തിന്ന് നടന്നത്. അത് ഇഞ്ചുറി മാറുന്നവരെ ചിലപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഇതേപോലെ അതിന് പെട്ടെന്ന് തിന്നാൻ പറ്റുന്ന, അതായത് സോഫ്റ്റായിട്ടുള്ള സാധനങ്ങൾ അന്വേഷിച്ച് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കോളർ വെച്ച് കാരണം ഫസ്റ്റ് ടൈമിൽ ഇവർ കണ്ടവർ പറഞ്ഞാൽ ഇങ്ങനെ നീര് പോലെ നീരുണ്ടായിരുന്നു. അപ്പോൾ അത് ആ സമയത്തായിരിക്കും ഇഞ്ചുറി പറ്റിയത്. ഇപ്പോൾ ഏകദേശം ഒരു മാസമായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മോണയ്ക്ക് ഇഞ്ചുറി ഇല്ല, മോണയ്ക്ക് കുഴപ്പമില്ല, പല്ല് ഒടിഞ്ഞു പോയേക്കാം. അപ്പോൾ അതിനനുസരിച്ചാണ് ഇത് വന്നത്. സാറേ, നിങ്ങൾക്ക് മാത്രം അറിയാൻ പറ്റുമോ, ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഏത് ഭാഗത്തുണ്ടെന്ന് അറിയാൻ പറ്റുമോ? അതിന്റെ പുറകെ ആളുണ്ടാവും. നമുക്ക് ഓഫീസിൽ കമ്പ്യൂട്ടറിൽ അറിയാൻ പറ്റും. സാറേ, ഒരു കാര്യം ചോദിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ഇങ്ങനെ പല്ലിന് സാധ്യത ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വീണ്ടും അങ്ങനെ തീറ്റ തേടി പുറത്തേക്ക് ഇറങ്ങാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ സാധനത്തിനെ ഇതിനെ നിങ്ങൾക്ക് പിടിച്ച് ഒരു കുങ്കിയാനോടെ സഹായത്തോടു കൂടി എന്തുകൊണ്ട് ഇതിന് ട്രീറ്റ്മെന്റ് കൊടുത്തുകൂടാ? നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, ഒരു വൈൽഡ് ആനിമലിനെ ശരിക്കും ട്രീറ്റ് ചെയ്യില്ല. കാരണം അത് നാച്ചുറൽ ഇഞ്ചുറി ആണെങ്കിൽ അത് അതിന്റെ ലൈഫ് അങ്ങനെ തീരണമെന്നാണ് ശരിക്കും. കാരണം ചിലപ്പോൾ ഫൈറ്റിംഗ് കൊണ്ടുണ്ടായ ഇഞ്ചുറി ആവാം. അങ്ങനെയാണെങ്കിൽ സാറേ അത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ പിടിച്ചിട്ട് ഉൾവനത്തിൽ കുറച്ചുകൂടെ ഉൾവനത്തിലേക്ക് കയറ്റി വിട്ടുകൂടാ? ഉൾവനത്തിൽ കയറ്റി വിട്ടാൽ രണ്ടുണ്ട് പ്രശ്നം. ഉൾവനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകപ്പാടെ 45 കിലോമീറ്ററാണ് കേരളത്തിന്റെ ഒരു വീതിയുള്ളൂ. ഓക്കെ. ഏത് ഉൾക്കാട്ടിൽ വിട്ടാലും ആ നാട്ടിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ സാറേ, ഈ അരിക്കൊമ്പനെ നീക്കിയ പോലെ അങ്ങനെ ഒരു സാധ്യത നമുക്ക് പരിശോധിക്കാൻ പറ്റില്ലേ? ഗവൺമെന്റ് തലത്തിൽ അല്ല, ഈ ഓർഡറിൽ പറയുന്നുണ്ടല്ലോ ഇതിനെ ട്രീറ്റ്മെന്റ്. ഇതിന് ഇവിടുന്ന് എടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടതുകാലിലും വന്നെടുത്ത് വലതുകാലിലും വെക്കുന്ന പോലെയുള്ളൂ. അവിടുത്തെ ആൾക്ക് പ്രശ്നം. അപ്പൊ നമുക്കതിന് ഇവിടെ വെച്ച് തന്നെ എന്താ ചെയ്യാമെന്ന് നോക്കാം എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാണെങ്കിൽ നമ്മൾ റേഡിയോ കളർ ഫിറ്റ് ചെയ്ത കാരണം നമുക്ക് ഇനിയിപ്പോൾ ഇതിന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡാറ്റ ഉണ്ടാവും. കറക്റ്റ് കമ്പ്യൂട്ടറിൽ നമുക്ക് ഡാറ്റ ഉണ്ട്. ഇന്ന സമയം ഇത് ഇന്ന സ്ഥലത്ത് വന്നു, നിങ്ങൾക്ക് ഭീഷണിയാണ് എന്ന്. അതുകൊണ്ട് ആ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഇത് കൊടുക്കാം. സാർ, ഇതേ ഈ പബ്ലിക്കിനെ അറിയാനായിട്ട് ഇപ്പോൾ ഇന്ന സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്നുള്ള വിവരം നമുക്ക് അറിയാനുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാകും. അതാണ് ചോദിച്ചത്. ഈ സാധാരണ നമ്മളൊരു ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ അതാ ചോദിച്ചത്. അതായത് നിങ്ങൾ തന്നെ അറിഞ്ഞാൽ നമുക്ക് പിള്ളേര് പോണ ടൈമുകളുണ്ട്.